പട്ടിയുടെ വാലിലും ഭരതനാട്യം ഇപ്പൊ അറിയോ? ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാളാണ്. തൃശ്ശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ പോയതാ. പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ 3 നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ. അല്ല, അഭിപ്രായ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കും, നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോ കിട്ടുമായിരിക്കും. ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ യോഗ്യതയുണ്ടോ? അത് തന്നെ പറഞ്ഞേ, പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഒരു മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഇയാള് ചോദിക്കണത്? അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് സൗന്ദര്യത്തിന്റെ മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്ന ആളെ മേക്കപ്പിന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല, സാധാരണക്കാരെ വിളിക്കുമ്പോ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ പഠിക്കണോണ്ട് എന്ത് കുഴപ്പം? അതുകൊണ്ട് ഇപ്പൊ എന്ത് കുഴപ്പം? പഠിക്കണോണ്ട് എന്ത് കുഴപ്പം? കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോ അവരെ കാശ് വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവര് പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ടേ കയറുമ്പോ നമ്മള് ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കല്, കാശ് മേടിച്ചിട്ട് കാര്യം പറയും. അങ്ങനെയാണ്. വല്ലാതെ സൗന്ദര്യത്തിന്റെ ഒരു കോളുണ്ടെന്ന് എവിടെയാണ് നേരത്തെ പറയുമ്പോ പിന്നെ അല്ലാതെ എങ്ങനെയാ? സുന്ദരനാണോ അതോ വിരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം. ഞാന് റിപ്പോർട്ടറെ അറിയിക്കാം. അതന്നെ ഇയാളെ അറിയിക്കാടോ. ഒരു വിധികർത്താവാണ് നിങ്ങളെന്ത് എനിക്ക് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വല്ലവരുടെ ചെലവ് എനിക്കുണ്ട? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ വക സംസാരം? നിങ്ങളെ മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതെല്ലാം സംസാരിച്ച് അതിനെ കുറിച്ച് സംസാരിക്കാം. അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കട്ടെ, കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇയാള്? പിന്നെ എന്തോന്ന് വായിക്കാത്ത ആള് പറയരുത്. എനിക്കത് അറിയണ്ട. ഞാനേ ബുക്ക് അങ്ങ് തരാൻ പോയി പഠിച്ചിട്ട് വരൂ. ബുക്ക് തരാം. എന്താ അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട്, പക്ഷെ സൗന്ദര്യത്തിന് അർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യം ഇപ്പൊ അറിയോ? ഇതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ ഞാൻ പഠിക്കുന്ന ഇയറില് 4 കൊല്ലം കൂടെ ആകെ 22 പിള്ളേരാ. ഇന്ന് 250 പിള്ളേരെ ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്ന ആർക്കുണ്ട് ഇവിടെ ഒരു ജോലി സാധ്യത ഉണ്ടോ? ഒരു ജഡ്ജിമെന്റിന് വിളിക്കുന്ന ജുബയൊക്കെ ഇട്ടിട്ട് 3 പയ്യന്മാരെ കൊണ്ടിരുന്നു. ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന്? എന്ത് പറ്റി? അവസരം ഞാൻ പറഞ്ഞില്ല, 66 വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. അല്ലല്ല, ഇതുവരെ നിങ്ങൾ എന്നെ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഇതിൽ നിൽക്കണ ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഒരിക്കലും അല്ല, നിങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു. ആയിക്കോട്ടെ, അതൊന്നും അല്ല. നിങ്ങൾക്ക് എന്നെ അറിയാം. ഒരു അവാർഡ് കിട്ടണമെങ്കിലോ എന്തെങ്കിലും ഒരു പാരിതോഷികങ്ങളോ കിട്ടണം, എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം. അങ്ങനെ ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാളാണ്. മനസ്സിലായ? അതൊന്നല്ല, അങ്ങനൊന്നും ഇയാള് പറഞ്ഞു പഠിക്കേണ്ട. അല്ലല്ല, അങ്ങനൊന്നുമല്ല. അതിപ്പോ എവിടെ ചെന്നാലും, ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്, വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ
ഒരു കറുത്തത് വിട് മതി. അത് ഞാൻ CCRTയുടെ മത്സരം ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോ ഒരു ലിസ്റ്റിങ് തരും, ഇന്നവർക്ക് കൊടുക്കുന്നതായിട്ട്. അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങള്? വെറുപ്പുള്ളൂ. വെറുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത്. അതെല്ലാം കിട്ടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരസ്വസ്ഥതയില്ല. മനസ്സിലായ? തൃശ്ശൂരിന്ന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ പോയതാ. പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ 3 നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ. ഒരസ്വസ്ഥതയില്ല എന്റെ കൈരളി ചാനല്. അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കില്ല. ആയിക്കോട്ടെ, അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ച ഒരു ആയിക്കോട്ടെ. കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റ് ആണ്. ഇനി ഞാൻ കഥ കടക്കും. അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച്, നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതം ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ID കൊടുത്തിട്ട് നിങ്ങൾ എല്ലാരും കൂടെ സംസാരിക്കുമ്പോ സംസാരിച്ചോ. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ അയാള് കേസിന് പോവും, ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ, പോട്ടെ, ഒരു വിരോധമില്ല. ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു. ഒരാളെ ഐഡന്റിഫൈ ചെയ്തില്ല, അത് നമ്മൾ മാറ്റിയിരുന്നു. RLV രാമകൃഷ്ണനെ കുറിച്ചല്ല മേഡം പറഞ്ഞത്. പക്ഷേ ആ ഒരു കലാസമൂഹത്തെ മുഴുവനായിട്ടല്ലേ പറഞ്ഞത്? അത് കലാകാരന്മാര് വരട്ടെ, നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യണം, റിമാൻഡ് ചെയ്യണം. എന്നെ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ മതി. തെളിവ് വേണമല്ലോ എല്ലാത്തിനും. തെളിവുണ്ടല്ലോ. എന്ത് തെളിവുണ്ടെന്നാ നിങ്ങൾ ഈ പറയണത്? വെറുതെ അങ്ങ് കൊടുക്കോ? റിമാൻഡ് വെറുതെ റിമാൻഡ് ചെയ്യൂ? ഒന്ന് റിമാൻഡ് ചെയ്യണം. അത് തെളിവ് വേണം എല്ലാത്തിനും. കോടതിയായാലും പോലീസ് സ്റ്റേഷനിലും എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടില്ല. സൗന്ദര്യ ലക്ഷണമല്ലേ പറയുന്നുള്ളൂ. നിറം എവിടെയാണ് വരുന്നത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അധ്യാപികയാണ്, കലാകാരിയാണ്. ഈ നിറം എവിടെയാണ്? എനിക്ക് നിങ്ങളോട് ഈ നേരം എനിക്ക് ഈ നേരം വരെ സംസാരിച്ചു തന്നെ ഇനി സംസാരിക്കാറ്. നിങ്ങളൊന്നും ഇയാളെ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ? എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം. നിങ്ങൾ എന്റെ അടുത്ത് ശിഷ്യപ്പെടാൻ വാ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇത് രാവിലെ മുതൽ വാർത്തയായി വിവാദമായി വലിയ പ്രതിഷേധം വരുന്നുണ്ട്. പല ആളുകളും മേഡത്തിനെതിരെ രംഗത്ത്. മേഡത്തോടൊപ്പം കലാമേഖലയിലുള്ള ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിൽ മേഡത്തിന് ഒരു പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ എന്താ പറയുന്നവരൊക്കെ? അതെന്റെ പേഴ്സണൽ കാര്യമല്ല. അത് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും? വിളിച്ചിട്ടുണ്ടാവും. അത് പിന്തുണയാണോ വേറെ എന്തെങ്കിലും ആണോ? എന്തോ ആയിക്കോട്ടെ. എന്നെ ഇനി ആരും കെട്ടണ്ട. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിയമപരമായിട്ട് പൊക്കോളാം. അല്ല, എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിൽ പോകും. എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിൽ പോകും. ഒന്നുമില്ലേ, ആരൊക്കെ പറഞ്ഞു അയാൾ കേസിന് പോകണമെന്ന് ഇതിനു മുമ്പ് ഒരു ചാനൽ വന്നിട്ട് പഠിത്തിട്ട് പോയി. നിങ്ങൾക്കെതിരെ അയാൾ ഫയൽ, അതിന് എന്താ നല്ല കാര്യമല്ലേ? നിങ്ങൾ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കട്ടെ. അത് ഇത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് എന്താന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയോ ഒന്നും അല്ല, MLA അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ഒരു ഇലക്ഷന് നിൽക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞ എല്ലാരും കൂടെ വന്നു. അത്ര തന്നെ. അല്ലാതെ നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമായിട്ടോ എന്നോട് ഇഷ്ടമായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമായിട്ടോ ഒന്നുമല്ല നിങ്ങൾ വന്നേക്കണത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ വരണ്ടാന്നല്ല. നിങ്ങൾ ഇവരാരും ഇത്രയും അഹങ്കാര സംസാരിക്കുന്നത്? ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത്. എന്താ സംസാരിക്കുന്നത്? ഇത് എന്റെ ഇതൊക്കെ എന്താണ്? ഞാൻ വിളിച്ചോ നിങ്ങളെ? ഞാൻ വിളിച്ചില്ല. ജോലിക്ക് ഞാൻ മോളിൽ കയറി പോയിട്ട് എന്താ പോയിരുന്നേ? എന്തിനു വന്നത്? എന്തിന്? എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ. ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട. ഇല്ലെന്ന് ആ ജോലി അതേ വേണ്ട, എന്റെ വീട്ടിൽ വേണ്ട. ഞാൻ വിളിക്കും. ഇതൊരു TC ഉള്ള സ്ഥലാ.
ഇതൊരു ടി സി ആണ്. അതൊന്നും മാഡം സംസാരിക്കുമ്പോൾ ഇതൊരു ടി സി ആണ്. ഈ സ്ഥലം ഒരു ടി സി ആണ്. എന്റെ സ്ഥലം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ? അത് എന്തോ ഒരു വർത്താനം. അല്ല, ഒരു കലാകാരൻ എന്ന നിലയിൽ പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട സന്ദേശം. ഒരുപാട് സ്നേഹിച്ചതാ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്. കുട്ടി, ഒരുപാട് സ്നേഹിച്ചതാ. അതെ. അപ്പൊ നിങ്ങൾ വെറുപ്പ് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കണ്ട. നിങ്ങൾ ഒരുമാതിരി എന്തൊരു ഒരു സ്റ്റാൻഡ്, നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ടുള്ള സംസാരം അല്ല നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. മാഡം നമ്മളോട് പെരുമാറിയതെന്ന് വെച്ചാൽ ഒരു കലാകാരിയുടെ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ താമസിക്കുന്നോ? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിക്കടോ അല്ല കേക്ക്, അതൊന്നും അല്ല മിണ്ടാരിയടാ. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാർ, ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കണുള്ളൂ. കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെ? ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ച്? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്. അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാ. അല്ല എന്നിട്ട് എടുത്തിട്ടില്ല. അത് തന്നെ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം. ആ പിന്നെ ഇയാളെ തട്ടിക്കിട്ട് എനിക്ക് വേണ്ടോ? രാമോ, നീ ഒന്നാ വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേക്കണോ നിങ്ങൾക്ക്? കേക്കണോ? ഞാൻ പാട്ട് പാടുന്നത് കേക്കണോ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ രാമോ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കടൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിന് എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. കലാകാരൻ എന്ന നിലയിൽ കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമാണ്? പക്ഷെ ഇങ്ങനെ വെറുപ്പിന്റെ ഭാഷ സംസാരിക്കരുത്. വെറുപ്പാ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചേ. മനസ്സിലാ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായടാ നിനക്ക്? തല്ലി കളഞ്ഞാ പോവില്ല ഇവര്, മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ, എന്ത് പറഞ്ഞാലും താമസിക്കുവാ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്ക് ഉണ്ടല്ലോ ഒരമ്മ. അമ്മ ഉണ്ടല്ലോ നിനക്ക്. ഇയാൾക്ക് അമ്മ ഉണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളേനെ വിളിച്ചിട്ട് പോണത് ഇയാൾക്കല്ലേ അമ്മ? നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാന് കറുത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന്തിനാ? ഇതെന്തൊരു പാട്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ. എനിക്ക് അവരെ വല്ല ചെലവുണ്ടോ? ഒരു വ്യക്തി പറഞ്ഞിട്ട് പറയുന്നു മാത്രമാണ് പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കറുത്ത നിറമുള്ള എല്ലാ കലാകാരന്മാരെ, ലോകമെമ്പാടുമുള്ള എല്ലാ കലാകാരന്മാരെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അധിക്ഷേപിച്ച ഒരു വിരോധമില്ല. അതായത് നിങ്ങൾ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ചാനലിൽ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമാണ്? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വിളിക്കുമ്പോ തുടങ്ങും വല്ലതും കിട്ടാണ്ടോ? ഒരു മാറ്റവും ഇല്ല. അതൊന്നും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല.